ഹലോ ഗായ്സ്, ഇന്നത്തേതൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ആൽമണ്ട് എടുത്തിട്ടുണ്ട് ഇതിന്, പിന്നെ ചിയ സീഡ്, പംകിൻ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, സെസ്മേ സീഡ്, വാട്ടർമെലൺ സീഡ്. ഇത്രയും ഒരു 100 ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യം ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒന്ന് ഫ്രൈങ് പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടായോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നല്ലതായിട്ട് ക്രിസ്പി ആകുമ്പോഴേക്കും പിന്നെ അതിനകത്ത് റോസ്റ്റഡ് നമ്മുടെ കപ്പലണ്ടി കൂടി ചേർക്കുക. അതും ഒരു 100 ഗ്രാം. അത് ഞാൻ റോസ്റ്റഡ് ആയതുകൊണ്ട് ലാസ്റ്റ് ചേർത്തേക്കുന്നത്. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് മാക്സിമം ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ജാറിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി ഇട്ട് പൊടിക്കരുത്. കാരണം ഒത്തിരി പൊടിച്ചു കഴിഞ്ഞാൽ ഈ ആൽമണ്ടിൽ നിന്നൊക്കെ ഓയിൽ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഒത്തിരി പൊടിക്കാതെ നല്ല നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ 1 മാസമൊക്കെ നല്ല സുഖമായിട്ടിരുന്നോളും. ഫ്രിഡ്ജിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് പാലിൻ്റെ കൂടി ഒരു 2 സ്പൂണൊക്കെ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തും വളരെ നല്ലതാണ്. സ്കിന്നിനും പിന്നെ ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് വെച്ച് ഒത്തിരി റെസിപ്പീസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ദെൻ, ബൈ ബൈ.